നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്ക് മൊബൈലിൻ്റെ സിഗ്നൽ കുറവാണ് എന്നുള്ളത്. റേഞ്ച് കുറവാണെന്ന് പല സുഹൃത്തുക്കളും പറയാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില സിം കാർഡിന് മാത്രമേ റേഞ്ച് കാണുള്ളൂ. പ്രത്യേകിച്ച് ജിയോ ആണെങ്കിൽ ജിയോ ഒരു ഏരിയയിൽ ജിയോ മാത്രമേ കാണിക്കുള്ളൂ, ചില ഏരിയയിൽ എയർടെൽ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് നെറ്റ്വർക്കിനാണ് ഏറ്റവും കൂടുതൽ റേഞ്ചിലൊന്നും മാത്രമല്ല ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണെന്നൊക്കെ കണ്ടെത്താൻ വളരെ ഈസിയായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡൊക്കെ കണക്കാക്കി ഏറ്റവും കൂടുതൽ വേഗതയുള്ള ഇൻ്റർനെറ്റ് കണക്ഷനും ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിക്കുന്ന നെറ്റ്വർക്ക് ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സാധാരണ നമ്മളൊരു സിം കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ സിം കാർഡ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ റേഞ്ച് ഉണ്ടാകില്ല. പിന്നെ നമ്മുടെ വീട്ടിനകത്ത് ഏത് സിം കാർഡിനാണ് കൂടുതൽ റേഞ്ച് ഉള്ളതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് മൊബൈൽ ഫോണിലൊരു സൗകര്യമില്ല. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൽ ചെറിയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും മൊബൈൽ ഫോണുള്ള ആളുകളൊക്കെ ഇത് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സിഗ്നൽ കിട്ടുന്ന നെറ്റ്വർക്ക് ഏതാണെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് അതിലേക്ക് പോർട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഓപ്പൺ സിഗ്നൽ എന്നുള്ളൊരു ആപ്പാണ്. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുറന്നു വരുന്ന ഭാഗത്തൊക്കെ ഓക്കെ കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പെർമിഷൻസൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്ത് ഇതുപോലെ കാണിക്കും. നമുക്ക് വീഡിയോ ടെസ്റ്റ്, നമുക്ക് വീഡിയോ പ്ലേ ആകുമ്പോൾ ബഫറിംഗ് ഇല്ലാതെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വീഡിയോ ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സ്പീഡ് ടെസ്റ്റ് ഉണ്ട് മുകളിൽ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾ നിൽക്കുന്ന നെറ്റ്വർക്കിൽ, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് ഏതാണെന്ന് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇവിടെ വൈഫൈ ആണ്. വൈഫൈ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൊബൈൽ നെറ്റ്വർക്കാണ്, ഇതിൻ്റെ സ്പീഡ് എത്രയാണ്, ഡൗൺലോഡ് സ്പീഡ് എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്ലോഡ് സ്പീഡും ഡൗൺലോഡ് സ്പീഡും കാണിക്കും. അതിനുശേഷം നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. താഴെ ഭാഗത്ത് ഒരുപാട് ഐക്കണുകൾ കാണും. ഇവിടെ നമുക്ക് മൂന്നാമത്തെ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ഓൾ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണും മുകളിൽ. അത് തൊട്ടടുത്തായിട്ട് വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ലൊക്കേഷനിൽ 2 നെറ്റ്വർക്കാണുള്ളത്, 2 സിം കാർഡ്. അതിൽ തന്നെ ഏറ്റവും മികച്ച നെറ്റ്വർക്ക് ആദ്യത്തിൽ കാണിക്കും. രണ്ടാമത്തെ നെറ്റ്വർക്ക് ഏതാണ് ഏറ്റവും നല്ല റേഞ്ചിലുള്ളതെന്ന് അതിവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും കണക്കാക്കി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റും ഏറ്റവും കൂടുതൽ സിഗ്നലും റേഞ്ചും ഒക്കെ കാണിക്കുന്ന എവിടെയാണെന്ന് ഇവിടെ നിങ്ങളുടെ ലൊക്കേഷനിലുള്ള നെറ്റ്വർക്ക് ഐഡിയ ആണെങ്കിലും വോഡഫോൺ ആണെങ്കിലും ജിയോ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിക്കും. ഏറ്റവും ആദ്യത്തിൽ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള സിം കാർഡാണ് കാണിക്കുക. അതിനുശേഷം തൊട്ടടുത്ത് അതിനുശേഷം റേഞ്ചുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് ഏതാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ റേഞ്ചുള്ളതിലേക്ക് നിങ്ങൾക്ക് പോർട്ട് ചെയ്ത് ഇതിനകത്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും അവസാന ഭാഗത്തുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പരിസരത്ത് എവിടേക്കാണ് സിഗ്നൽ റേഞ്ച്, ഏത് ടവറിലാണുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെല്ല് ടവർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ നിലവിൽ എവിടേക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിന് ടവർ ഉള്ളതെന്ന് കൃത്യമായിട്ട് ആ സ്ഥലങ്ങൾ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.